ഗൈസ്, അപ്പോൾ ഇവിടെ ജോർജിയയിൽ കരിക്ക് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ കോക്കനട്ട് കരിക്ക് എന്ന് പറയുന്ന സാധനം, അതിൻ്റെ അകത്തു നിന്നുള്ള സാധനവും എങ്ങനെയാണെന്ന് നിങ്ങൾ ഇവിടുത്തെ വെറൈറ്റി അതൊന്ന് കാണിച്ചു തരാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജോർജിയയിൽ തന്നെ കരിക്ക് കിട്ടും നാട്ടിൽ. അത് പലർക്കും അറിയാവോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ സ്റ്റുഡൻസ് ആയാലും എന്തായാലും കരിക്കിനെ പറ്റി അറിയാവോ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു സീസണിലാണ് കിട്ടണത്, മൺസൂൺ സീസൺ. ഇവിടെ ഇപ്പോൾ സമ്മർ സീസണിലാണ് ഇത് കൂടുതലും കിട്ടുന്നത്. ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ഫീൽഡൗട്ട് ആണെങ്കിലും, പക്ഷേ എന്തായാലും കൂടുതൽ സമയം നമുക്ക് കിട്ടും. മെയിൻ ഒരു ഘടകമാണ് എന്ത് വന്നാലും. ഡെങ്കിക്ക് നല്ലതാണ്. അപ്പം കൗണ്ട് കുറഞ്ഞ ആൾക്കാർ ഇത് കുടിക്കാൻ പറയും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത്. അപ്പം ഈ സാധനം ഇവിടെയും കിട്ടും. ഞാൻ തന്നെ അതിശയിച്ചു പോയി. പക്ഷേ എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നാട്ടിൽ 40, 50, 60 രൂപ കിട്ടുന്ന സാധനം ഇവിടെ കിട്ടണമെന്ന് പറയണത് അത് അത്ഭുതമാണ്. ഇവിടെ 12 ജെല്ലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിയർ അബൌട്ട് നമ്മളെ 360, 400 അടുപ്പിച്ച് രൂപയാണ് ഇവിടുത്തെ വില, ഒരു കരിക്കിൻ്റെ വില. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തുമാത്രം വിലയാണ് അപ്പോൾ കരിക്കിന്. അത്ര എമൗണ്ട് ഇട്ട് വെച്ചിട്ട് ആണ് അത് വെച്ചിരിക്കുന്നത്. അത് എവിടെ നിന്നാണ് എന്നതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇവിടുത്തെ ആ ഒരു ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ കോക്കനട്ട് കോക്കനട്ട് പ്രോ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇവിടെ അവർ നമുക്ക് സ്ട്രോ ഇടാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇങ്ങനെയാണ്. ഇതാണ് 12 ജെല്ലിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 11.5 കിട്ടാം. 11.5 ജെല്ല് എന്നാൽ നാട്ടിലെ വില ഞാൻ പറഞ്ഞു 360, 400 ഇടയിൽ വരും. ഇത്രയും രൂപയുടെ സാധനം ഇട്ട് വെച്ചിരിക്കുക. പക്ഷെ നല്ല പാക്കിംഗ് ആണ് കേട്ടോ. നാട്ടിലെ അതേ കരിക്ക് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതുള്ള കരിക്ക് കാര്യങ്ങൾ. എൻ്റെ പേര് കോക്കനട്ട് പ്രോ എന്നാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ വഴി ഇത് അവർ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇതായി സ്ട്രോയാണിത്. എല്ലാ സാധനങ്ങളൊക്കെ സെറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മറ്റേ ഹോളാണ്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ നമുക്ക് കുടിക്കാം നാട്ടിലപ്പോൾ. പിന്നെ ബാക്കി നമുക്കിത് എനിക്ക് തോന്നുന്നു ബാക്കി ഇൻസുലേറ്റ് സ്ട്രോയും അത് കുടിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യുമ്പം അതിൻ്റെ അകത്തുള്ള കരിക്ക് പാരണം കിട്ടും. അത് ഞാൻ അപ്പം എന്തായാലും കട്ട് ചെയ്യുമ്പോൾ ഇത് ആദ്യം കുടിച്ചു നോക്കിയിട്ട് എന്താണെന്ന് പറയാം. എന്തായാലും ഇതാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഫുള്ളൊന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. എന്തായാലും ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നുമില്ല, ഫാറ്റില്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ, അങ്ങനെയെല്ലാം. അതിന് കോക്കനട്ട് ആയതുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ. പ്രോട്ടീൻ വരെ ഉണ്ട്, 4 ഗ്രാം അയണുണ്ട്. ഇതെല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് സാധനം. പ്രോഡക്റ്റ് ഓഫ് വിയറ്റ്നാം എന്താ എഴുതിയിട്ടുണ്ട്. വിയറ്റ്നാമിലെ പ്രോഡക്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ സാധനമാണ്. എന്തായാലും അടിപൊളി സാധനമായിരിക്കും. ഞാൻ എന്തായാലും ഇതൊന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കും ഗായ്സ്. അപ്പം ഞാൻ പൊട്ടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ അതേ ഐറ്റം ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ സാധനം. പൊള്ളി സാധനം കേട്ടോ, വിയറ്റ്നാമിലാണ്. മണമെല്ലാം അത് തന്നെ, സാധനം തന്നെ. ഇനി കുടിച്ചു നോക്കട്ടെ. ഈ വഴി നമുക്ക് സ്ട്രോ ഇടാം. അപ്പോൾ സ്ട്രോ ഇട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. എൻ്റെ മോനെ, ഒരു വെറൈറ്റി ടേസ്റ്റ്. നാട്ടിലെ പോലത്തെ തോന്നണില്ല, ഒരു വെറൈറ്റി. വിയറ്റ്നാമിലല്ലേ, അപ്പോൾ അവിടുത്തെ വൺ ടേസ്റ്റ് ഒന്നും പറയാനില്ല. വിശേഷ സാധനം. കൊള്ളാം. ഇതെന്തായാലും ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ ഇരിക്കും. ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും. ഇവിടെ വരണമെങ്കിലോ ടൂറിസ്റ്റ് വരണമെങ്കിലോ ഇപ്പം. പിന്നെ പിള്ളേർക്കും ഇത് ഞാൻ വാങ്ങിച്ചത് നിക്കോറ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും മസ്റ്റ് ട്രൈ സാധനം. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കണം. പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള കരിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ. എന്തായാലും കുടിച്ച് നോക്കിയിട്ട് അതുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാണിക്കാം. ഞാനത് കുടിച്ചൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തുള്ള സാധനം വിയറ്റ്നാമിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു വെറൈറ്റി സാധനം എന്താ കരിക്കുണ്ട്. അപ്പം ഇനി ഇത് കഴിച്ച് എന്തായാലും ഇത്തിരി കഴിച്ചു നോക്കാം. കരിക്ക് തന്നെ എന്തായാലും ഇത്തിരി കഴിച്ചു നോക്കട്ടെ.
മോന് ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. നാട്ടിൽ കിട്ടുന്ന പോലത്തെ സാധനമല്ല എന്തായാലും. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും സാധനം കൊള്ളാം. അപ്പോൾ ഇവിടെ ഇത് കിട്ടുന്നത് പറയുന്നത് നല്ല കാര്യം. ഇതാണ് അതിൽ കിട്ടിയത്. നാട്ടിലുള്ള പോലെ തന്നെ ഇരിക്കും, പക്ഷെ എന്തായാലും കൊള്ളാം സാധനം, എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും ഞാനിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളിവിടെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ ഒന്നാമത്തെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.